ഒരു ബാഗിൽ 7:2:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ 50 പൈസ 25 പൈസ നാണയങ്ങളുണ്ട്. ബാഗിൽ ആകെ 180 രൂപ ഉണ്ട്. 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണുക. എന്തൊക്കെയാണ് ബാഗിലുള്ളത്? 1 രൂപ ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്. അപ്പോൾ 1 രൂപ ഉണ്ട്, പിന്നെ 50 പൈസ ഉണ്ട്, പിന്നെ 25 പൈസ ഉണ്ട്. 1 രൂപ 50 പൈസ 25 പൈസ. ഇനി ഇതിൻ്റെ അംശബന്ധം എന്ത്? 7:2:4. 7:2:4 റേഷ്യോ. അപ്പോൾ ഇവിടെ 7 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇവിടെ 4 എഴുതുക. നമുക്ക് എന്താണ് കാണേണ്ടത്? 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണാം. 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണാൻ ഇതിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണം നോക്കുക. 25 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. അത് എത്ര? ഇവിടെ കൊടുത്തിരിക്കുന്നത് അംശബന്ധമാണ്. പക്ഷേ ഇതെല്ലാം ഉത്തരം. ഇത് 7:2:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ 25 പൈസ നാണയങ്ങളുടെ എണ്ണത്തിൻ്റെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്ര? 4 ഇതിലാകെ എത്ര രൂപ ഉണ്ട് നോക്കുക. ഇതിലാകെ എത്ര രൂപ ഉണ്ട്? ഈ 1 രൂപ 7 എണ്ണം, 1 രൂപ 7 എണ്ണം. അപ്പോൾ എത്ര രൂപയായി? 7 രൂപ. 50 പൈസ 2 എണ്ണം, 50 പൈസ 2 എണ്ണം. അപ്പോൾ എത്ര രൂപയായി? 1 രൂപ. 25 പൈസ 4 എണ്ണം, 25 പൈസ 4 എണ്ണം. എത്ര രൂപയായി? 1 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 7 1 8 1 9. അപ്പോൾ ഈ അംശബന്ധപ്രകാരം റേഷ്യോ പ്രകാരം എത്ര ഉറുപ്പ്യുണ്ട്? 9. അപ്പോൾ ഇത് 9 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഏതാണോ കാണേണ്ടത് 25 പൈസ നാണയങ്ങൾ, അതിൻ്റെ എണ്ണം 4 അംശബന്ധപ്രകാരം എത്ര ഉറുപ്പ്യുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇൻറ്റു ബാഗിൽ ആകെ എത്ര ഉണ്ടെന്ന് നോക്കുക. ബാഗിൽ ആകെ നമുക്ക് തന്നത് എത്രയാണ്? 180 രൂപ. അതുകൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 180 ചെയ്ത ഉത്തരം കിട്ടും. 9 180 കുടിക്കുമ്പോൾ വെട്ടിച്ചുരുക്കുമ്പോൾ 29 18 ഒരു 0. അപ്പോൾ 20 എന്ന് വരും. അപ്പോൾ 4 × 20 80 എന്ന് വരും. ഇതാണ് ബാഗിലുള്ള 25 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? 80.